ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദിസ് ന്യൂ വീഡിയോ. സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ കയ്യിലുള്ള ഒരു ലെഫ്റ്റ് ചാനൽ അല്ലെങ്കിൽ ഒരു മോണോ ചാനൽ എങ്ങനെയാണ് നമുക്ക് സ്റ്റീരിയോ ആക്കുക എന്നതിനെ കുറിച്ചിട്ടാണ്. അതേപോലെ തന്നെ ചില സമയത്ത് നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ മാത്രം ഓടി വരാറുള്ളൂ, റൈറ്റ് സൈഡിൽ ചിലപ്പോൾ വരണമെന്നില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ റൈറ്റ് സൈഡിൽ മാത്രമേ വരുള്ളൂ. നമ്മുടെ മൈക്കിൻ്റെ പ്രോബ്ലം കൊണ്ടോ അല്ലെങ്കിൽ പല പ്രശ്നം കൊണ്ടോ അങ്ങനെ വരാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഒരു മോണോനെ എങ്ങനെയാണ് സ്റ്റീരിയോ ആക്കുക, അതേപോലെ സ്റ്റീരിയോനെ എങ്ങനെയാണ് ഒരു മോണോ ആക്കുക, അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അപ്പോൾ ആദ്യം തന്നെ ഇപ്പോൾ എൻ്റെ ഒരു ട്രാക്ക് ഉണ്ട് ഇവിടെ. അപ്പോൾ അതിനകത്ത് ലെഫ്റ്റ് സൈഡിൽ മാത്രമേ റെക്കോർഡിങ് വന്നിട്ടുള്ളൂ, പക്ഷേ അത് സ്റ്റീരിയോ ആണ് നമുക്ക് ആവശ്യം. അപ്പോൾ അത് റൈറ്റിൽ ആണ് വന്നേക്കുന്നത്, കാരണം അത് മൈക്കിൻ്റെ പ്രോബ്ലം കൊണ്ട് വന്നതാണ്. സോ അപ്പോൾ അതെങ്ങനെയാണ് സ്റ്റീരിയോ കറക്റ്റായിട്ട് ആക്കുക എന്നാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. സോ അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഓഡാസിറ്റി ആണ്. അപ്പോൾ ഇത് വളരെ ഫ്രീ സോഫ്റ്റ്വെയർ ആണ്, നമുക്ക് എങ്ങനെ ഫ്രീ ആയിട്ട് വേണം ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാം, ഒരു പ്രശ്നം തന്നെ ഉണ്ടാവില്ല. സോ അപ്പോൾ ആദ്യം തന്നെ ആവശ്യമായിട്ടുള്ള ഫയൽ നമ്മൾ എടുക്കുക. അപ്പോൾ ഓപ്പൺ ചെയ്ത് ഞാൻ ഫയൽ ഇപ്പോൾ ഓപ്പൺ ചെയ്യണം. സോ അപ്പോൾ എനിക്ക് ആവശ്യമുള്ള ഫയൽ ഇതാണ്. അപ്പോൾ ഞാൻ ആ ഫയൽ ഇമ്പോർട്ട് ചെയ്തു. സോ അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്കിവിടെ കാണാം, നമ്മൾ നോക്കിയാൽ അറിയാൻ പറ്റും. ഇവിടെ ലെഫ്റ്റ് സൈഡ് ചാനലിൽ മാത്രമാണ് ഡാറ്റ ഉള്ളത്, റൈറ്റ് സൈഡ് ഫുൾ എംപ്റ്റിയാണ്. അത് സംടൈംസ് മൈക്കിൻ്റെ പ്രോബ്ലം കൊണ്ടൊക്കെ ആവാം അങ്ങനെ വരുന്നുണ്ടാവാം. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് മാറ്റുക എന്ന് നോക്കാം. അതിന് മുമ്പ് നിങ്ങൾക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. ഇവിടെ പ്ലേ ചെയ്യുമ്പോൾ കണ്ടോ, ലെഫ്റ്റ് സൈഡ് ട്രാക്ക് മാത്രമാണ് ഇവിടെ ഭയങ്കര ഹൈ ആണ് നിൽക്കുന്നത്, റൈറ്റ് സൈഡ് വളരെ ലോ ആണ്. സോ അപ്പോൾ നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്തു. നമുക്ക് ആവശ്യമുള്ളത് ഈ ഒരു പൊസിഷനാണ്, രണ്ടും ഈക്വലാക്കി മാറ്റണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത്, ഇതിനകത്ത് നമ്മൾ ട്രാക്ക് എടുത്തിട്ട് ആദ്യം ഇതിനെ മോണോ ആക്കി മാറ്റാൻ പോകണം. അപ്പോൾ നമ്മളിതിനെ മോണോ ആക്കി മാറ്റി കഴിഞ്ഞാൽ നമുക്കത് ഒന്ന് കമ്പൈനായി പോകും. ആ രണ്ട് ഐറ്റംസ് തമ്മിൽ നോക്കാം. ഇതാ മോണോ ആയി മാറിയിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഈ മോണോ ആയി മാറിയതിനെ നമ്മൾ നോർമലൈസ് ചെയ്യാൻ പറ്റും. ഇവിടെ നോർമലൈസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് കൊടുത്തു കഴിഞ്ഞാൽ ഡിഫോൾട്ട് വാല്യൂ ഇവിടെ -1 വന്നിട്ടുണ്ടാവും, അത് തന്നെ കൊടുത്താൽ നമ്മൾ വേറെ കൂടുതലൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് കറക്റ്റ് ചെയ്തവർ ഒന്നുകൂടി ട്യൂൺ ചെയ്ത് കറക്റ്റാക്കി തരും. ഓക്കെ, ഇപ്പോൾ ഇതൊന്ന് നോർമലൈസ് ആയി. ഇതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു എലമെൻറ്റ്, ഇത് ലെഫ്റ്റ് ട്രാക്കും റൈറ്റ് ട്രാക്കും നമ്മൾ വേറെ ഉണ്ടാക്കണം. അപ്പോൾ ഇതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, എഡിറ്റ്, ദെൻ ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് ഓപ്ഷൻ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ട്രാക്ക് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ഞാൻ ഓൾറെഡി സെലക്റ്റഡ് ആണ് ആ ട്രാക്ക്. ഡ്യൂപ്ലിക്കേറ്റ് അടിച്ചാൽ ആ സെയിം ഡാറ്റ തന്നെ അടിയിലും വന്നു. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, ടോപ്പിലത്തെ പോർഷൻ നമ്മൾ ശ്രദ്ധിക്കണം എപ്പോഴും, അത് എപ്പോഴും ലെഫ്റ്റിലേക്ക് കൊടുക്കുക, അതേപോലെ ബോട്ടത്തിലത്തെ പോർഷൻ എപ്പോഴും റൈറ്റിലേക്ക് കൊടുക്കുക. ഇനി ഇതിനോട് കമ്പൈൻ ചെയ്താൽ മതി. കമ്പൈൻ ചെയ്യാൻ വേണ്ടി കൺട്രോൾ ആയി അടിച്ച് കഴിഞ്ഞാൽ രണ്ടും സെലക്ട് ആയിട്ടുണ്ട്. ഇപ്പോൾ സോ അതിൻ്റെ ഏറ്റവും ടോപ്പിൽ വന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ മേക്ക് സ്റ്റീരിയോ ട്രാക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ മേക്ക് സ്റ്റീരിയോ ട്രാക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനോട് ക്ലബ് ആവും ഓട്ടോമാറ്റിക്കലി. ഇപ്പോൾ നമുക്കിവിടെ നോക്കിയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലോട്ട് ട്രാക്കിലുണ്ട്, റൈറ്റ് സൈഡ് ട്രാക്കിലും ഡാറ്റാസ് ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ പ്ലേ ചെയ്ത് നോക്കാം. വീണ്ടും വന്നിട്ട് പ്ലേ ചെയ്ത് നോക്കാൻ കണ്ടോ, റൈറ്റും ലെഫ്റ്റും ഒരുമിച്ചായിട്ട് വരുന്നുണ്ട്. നേരത്തെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, നമ്മൾ റൈറ്റ് സൈഡ് മാത്രമേ നമുക്ക് കുറവായിരുന്നു, ലെഫ്റ്റ് സൈഡ് മാത്രമേ വന്നിരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് വളരെ സിമ്പിൾ വീഡിയോ ആണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ സേവ് ചെയ്യണമെന്ന് നോക്കാം. സേവ് ചെയ്യാൻ വേണ്ടി വളരെ എളുപ്പമാണ്. നമ്മളൊന്ന് ഇതേപോലെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക, അതേപോലെ ഫയലിൽ എക്സ്പോർട്ട് MP3, നമ്മളിപ്പോൾ MP3 ആണ് കൊടുക്കുന്നത്. സോ അപ്പോൾ MP3 ആയിട്ട് നമ്മൾ എവിടെയാണ് നമുക്ക് ആവശ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു കറസ്പോണ്ടിങ് പൊസിഷനിൽ നമ്മൾ സേവ് ചെയ്യുന്നു. സോ അപ്പോൾ സേവിങ് ഓപ്ഷൻസ് അവിടെ കാണിക്കും. ഇത് ഇത്ര നേരം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് സേവ് ആകും. സോ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഒന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ്, ഇപ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ മാത്രമാണ് ട്രാക്ക് ഉള്ളൂ, അതിനെങ്ങനെ നമുക്ക് റൈറ്റിലേക്ക് എടുക്കാം, അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് പറഞ്ഞത്. അതായത് സ്റ്റീരിയോ എഫക്റ്റ് കറക്റ്റായിട്ട് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും ഒരു വീഡിയോയിൽ. അപ്പോൾ അത് യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്തത് ഓഡാസിറ്റി എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ആണ്. അത് ഫ്രീ ആണ്. നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ വീഡിയോ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും ഇങ്ങനെ വല്ല പ്രശ്നങ്ങളൊക്കെ വരികയാണെങ്കിൽ. സോ അപ്പോൾ ഈ ഒരു അറിവ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. അതേപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ ഇനി ഇടുന്ന അപ്ഡേറ്റ്സ് വീഡിയോസ് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, സീ യു ഓൾ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ.